എന്ത് തരം സന്ദേശമാണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രഥമ പൗരനായി എത്തുന്ന ഈ വേളയിൽ രാഷ്ട്രീയമായി നിരീക്ഷിക്കാനുള്ളത്? അത് രാംനാഥ് കോവിന്ദയുടെ വിജയം അത് ഒരു ഫോർഗോൺ കൺക്ലൂഷൻ ആയിരുന്നു. അതായത് അത് എല്ലാവർക്കും അറിയാമായിരുന്നു, അദ്ദേഹം വിജയിക്കുമെന്ന് അറിയാമായിരുന്നു. അതിൽ കോൺഗ്രസിന്റെ ചില പാവപ്പെടുകളുണ്ട്. പാവപ്പെടുകൾ ഇല്ലായിരുന്നെങ്കിൽ തന്നെയും വിജയിക്കാൻ സാധ്യതയില്ല കോൺഗ്രസിന്റെയോ UP-യുടെ കാൻഡിഡേറ്റിൽ നിന്നും. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയം ഇത് വലിയൊരു ദളിത് വിജയമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് കോൺഗ്രസിന് വേണമെങ്കിൽ നേരത്തെ തന്നെ ദളിതിനെ പ്രഖ്യാപിക്കാമായിരുന്നു, പ്രഖ്യാപിച്ചില്ല. ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദളിതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയൊന്നുമല്ല. അത് തീർച്ചയായിട്ടും ദളിത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണിത്. അവിടെ ഒരു വെറും പ്രതീകാത്മകമായിട്ട് സിംബോളിക് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് മാത്രമാണ്. അതിൽ ദളിതർക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകുമെങ്കിൽ കാണിക്കണം, അത് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സമയമാണിത്. എന്താണ് നടക്കുന്നത്? അതായത് അവരുടെ ജീവിതവൃത്തി മുട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ ആക്രമിച്ച് കൊല്ലുന്നു, കെട്ടിത്തൂക്കുന്നു, അടിച്ചു തൂക്കി. ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ദളിതിനെ രാഷ്ട്രപതി ഭവനിൽ വായിച്ചുകൊണ്ട് ദളിതരുടെ പ്രശ്നം തീരുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന്. വർണ്ണവിവേചനവും ജാതി രാഷ്ട്രീയവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ജാതി രാഷ്ട്രീയത്തെ ഒതുക്കുവാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ രാഷ്ട്രപതിക്ക് സാധിക്കുമോ? അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ടോ? അതിനുള്ള ഇച്ഛാശക്തിയുണ്ടോ? ഒരിക്കലുമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഒരു സിംബോളിക് ആയിട്ടുള്ളതിനപ്പുറം വേറെ യാതൊരു പ്രാധാന്യവും കഴിയുന്നില്ല. ഏതായാലും അല്ല, സിംബോളിക്കായി എന്നതിന്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ 14ാമത് രാഷ്ട്രപതിയായി എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായി കാണുന്ന ഒരു പൊസിഷനാണത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ വിവക്ഷിക്കുന്നത് ഔചിത്യമാണോ എന്നറിയില്ല. എങ്കിൽ പോലും ചർച്ച ചെയ്യാതെ വയ്യാത്ത ചില മാനങ്ങളുണ്ട് ശ്രീ PV തോമസ്. അതായത് സാമ്പത്തിക സംവരണമാണ് ആവശ്യമെന്ന് RSS നേതാവ് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലും പിന്തുണച്ച വ്യക്തിയായിരുന്നു രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദിനെ പ്ലേസ് ചെയ്യുക വഴി BJP ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ത്? ഉദ്ദേശിക്കുന്നത് വെറും ഇതായിട്ടുള്ളതാണ്. അതായത് ഞങ്ങൾ ദളിതർക്കെതിരല്ല. കാര്യം ഗ്രൗണ്ട് ലെവലില് നടക്കുന്ന ദളിതർക്കെതിരെയാണ്. അതായത് മോഡിയുടെ കൈയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോഡി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ കൈയുണ്ടതിൽ. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. മോഡി ഇപ്പോൾ ഒരിക്കലും അതിനെ അനുകരിക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്രീയ സമൂഹത്തിൽ നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം, ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കറിയാം. അതിനെ എതിർക്കുവാനായിട്ടോ അതിനെന്തെങ്കിലും ചെയ്യാനായിട്ടോ ഈ പുതിയ രാഷ്ട്രപതി, ദളിതനായിട്ടുള്ള പുതിയ രാഷ്ട്രപതിക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. അത് സംശയമാണത്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് RSSന്റെ പശ്ചാത്തലവും സംഘപരിവാറിന്റെ പശ്ചാത്തലവും നോക്കുമ്പോൾ അതിൽ കാര്യമായിട്ട് അദ്ദേഹം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ശരിയാണ്, അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. അദ്ദേഹം ഭരണഘടന, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും ഉന്നതിയിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷേ വിമർശിക്കാതെ വയ്യ. KR നാരായണൻ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടത്, തിരിച്ചയച്ച കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇദ്ദേഹം ചെയ്യുമോ? അവിടെയാണ് പ്രസക്തി. ഒരുപക്ഷെ ഈ രാഷ്ട്രത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കാമെങ്കിൽ അതിന് ഉടമയായ ഒരൊറ്റ വ്യക്തി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതി ഒരുപക്ഷെ സാധാരണഗതിയിൽ നാം ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ ഔദ്യോഗികമായ ഈ രാഷ്ട്രത്തലവന് ചില നിലപാടുകളുണ്ട്. അതിലൊന്നാണ് താങ്കൾ സൂചിപ്പിച്ച KR നാരായണന്റെ വിഷയം. അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തുമ്പോൾ ഈ സംഘ് പരിവാറിന്റെ സങ്കുചിത രാഷ്ട്രീയത്തിലേക്ക് നാടിനെ, രാജ്യത്തെ ചുരുക്കുമോ കോവിന്ദ് എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് അപ്രസക്തമാകുമോ ശ്രീ PV തോമസ്? ഒരിക്കലുമല്ല അപ്രസക്തമല്ല, പ്രസക്തം തന്നെയാണത്. കാരണം നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ശങ്കർദയാൽ ശർമ്മ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് കൂടാതെ തീരുമാനിച്ച കാര്യത്തിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ രാഷ്ട്രപതിക്ക് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലേ അന്ന്? ഫക്രുദ്ദീൻ അഹമ്മദ്, അതെ. അദ്ദേഹം അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുകയുണ്ടായി. അത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇവർക്ക് റബ്ബർ സ്റ്റാമ്പൊന്നും അല്ല. ശരിക്കും അധികാരം വിനിയോഗിക്കാൻ സാധിക്കും. പക്ഷെ രണ്ടാമത് തിരിച്ചയച്ചാൽ ഒരു ബില്ല്. അതെ, അന്നത്തെ ശ്രീ പി വി അന്നത്തെ ഒരു കാർട്ടൂൺ ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു വന്നതാണ്. ബാത്റൂമിലെ ടബിൽ കിടന്നുകൊണ്ട് ഫക്രുദ്ദീൻ അലി ഒപ്പിടും അല്ലേ? അതെ, ബാത്ത് ടബിൽ കിടന്നുണ്ട്.
ഇനിയും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുന്ന ഒരു ബാബു ഇബ്രാഹിമിന്റെ കാർട്ടൂൺ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നാണ്. അങ്ങനെയൊക്കെ ഈ ഘട്ടത്തിൽ പ്രസക്തിയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പൊ വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രസിഡന്റിന് രാഷ്ട്രപതിക്ക് വളരെയധികം റോളുണ്ട്. അത് എങ്ങനെ അദ്ദേഹം നിർവഹിക്കും? അദ്ദേഹം ഒരു സംഘപരിവാറി എന്ന നിലയിൽ നിർവഹിക്കുമോ, അതെയോ ഇന്ത്യയുടെ ഭരണഘടനയുടെ തലയിടൽ നിർവഹിക്കുമോ? ഭരണഘടനയ്ക്ക് പറയുന്നത് സെക്യുലർ രാജ്യം എന്നാണ് പറയുന്നത്. ആ നിലയിൽ നിർവഹിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടിട്ടായിട്ട് വരും. പക്ഷേ രാംനാഥ് കോവിന്ദിനെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദളിത് വിരുദ്ധ രാഷ്ട്രീയം, അതായത് സംഘപരിവാർ ഏകദേശം ഒരു പരമാവധി കൈവരിക്കാവുന്ന ഈ വോട്ടുകളുടെ ഒക്കെ പെർസെൻറ്റേജോടുകൂടി ഇത്രയേറെ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഒക്കെ അധികാരത്തിലെത്തിയ ഒരു സമയം, ഈ സമയത്ത് RSSന്റെ യഥാർത്ഥ മുഖം BJP വഴി പുറത്തെത്തുകയാണ്, മോഡി വഴി പുറത്തെത്തുകയാണ്. ഒരു അറ്റത്ത് ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ മറുവശത്ത് ദളിത് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ദളിതനെ തുണി ഉരിഞ്ഞ് അടിക്കുക, മർദ്ദിക്കുക, പശുവിന്റെ തോൽ കൈവശം വെച്ചു എന്ന രീതിയിൽ ആക്രമിക്കുക, കൊല്ലുക, ക്ഷേത്രത്തിൽ കയറിയതിന്റെ പേരിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക. ഇത്തരം സവർണദേഹികൾക്ക് ഇങ്ങനെ പെരുമാറാനുള്ള ഒരു രാഷ്ട്രീയ ശക്തി മോഡി നൽകി എന്ന കാലഘട്ടം പറയുന്ന ഒരു വേളയിലാണ് രാംനാഥ് കോവിന്ദിനെ പ്ലേസ് ചെയ്യുന്നത്. ഒരുപക്ഷെ രാംനാഥ് കോവിന്ദ് ഈ രീതിയിൽ RSSന്റെ സംഘപരിവാര സവർണ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളാണെങ്കിലും കോവിന്ദിന്റെ വെക്കുക വഴി രാജ്യത്തുണ്ടാകുന്ന ദളിതർക്ക് നൽകുന്ന ഒരു ധാർമ്മിക പിന്തുണയില്ലേ മോദി? അത് ചർച്ച ചെയ്യാതെ വയ്യല്ലോ. അങ്ങനെയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഒരു ധാർമ്മിക പിന്തുണയുണ്ട്. ധാർമ്മിക പിന്തുണയ്ക്ക് എന്ത് ബലമുണ്ടാകും, എന്ത് അർത്ഥം ഉണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സിംബോളിസത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ശരിയായിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അത് രാഷ്ട്രപതിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് സ്റ്റാൻഡ് എടുക്കുമോ, ഈ ജാതി രാഷ്ട്രീയത്തിനും വർണ്ണ വിവേചനത്തിനെതിരായിട്ട് എടുക്കുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടക്കുമോ എന്നുള്ളതും കണ്ടിരുന്നു. ഞാൻ ഏതായാലും അതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ തള്ളിക്കളയാതിരിക്കാനും വയ്യ. കാരണം അതാണ് സംഭവിക്കാൻ പോകുന്നു. വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ PV തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. സന്തോഷ് സർലിംഗിലേക്ക്, ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് തന്നെ പോയാൽ, സന്തോഷ്, ഒരുപക്ഷെ കോവിന്ദ് ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അത് പ്രതീക്ഷിച്ചതാണ്. വോട്ടിന്റെ മൂല്യങ്ങൾ സംസ്ഥാന തലത്തിലും MP-മാരുടെ തലത്തിലും പരിഗണിക്കുമ്പോൾ രാംനാഥ് കോവിന്ദിന് ഇത്രയേറെ ഭൂരിപക്ഷം ലഭിക്കും, ഇത്രയേറെ മൂല്യം ലഭിക്കും, പ്രസിഡന്റ് ആകും എന്നതായിരുന്നു സാധാരണഗതിയിലുള്ള വിലയിരുത്തൽ. അതിന് മറിച്ച് നടന്നാൽ മാത്രമായിരുന്നു അതിലൊരു ചർച്ചയ്ക്ക് സാധ്യത. പക്ഷെ ഇവിടെ ആ രീതിയിൽ തന്നെ നടന്നു. പക്ഷെ ഇവിടെ മറ്റൊരു ചർച്ച വേണ്ടി വരുന്നത് ഈ മീരാകുമാറിനെ, ഇത്രയേറെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ട് മീരാകുമാറിനെ മുമ്പോട്ട് വെക്കുമ്പോൾ ആ മീരാകുമാറിന് ലഭിക്കേണ്ട കോൺഗ്രസ് വോട്ടുകൾ ചോർന്നിരിക്കുന്നു. അത് ഗൗരവമാണോ? എത്ര ശതമാനത്തോളം വോട്ടുകളാണ് മീരാകുമാറിന് കോൺഗ്രസിൽ നിന്ന് നഷ്ടമായത്? ഈ ഘട്ടത്തിൽ ലഭ്യമാണെങ്കിൽ, ഒരുപക്ഷെ വിവരങ്ങൾ പൂർണ്ണമായും സന്തോഷ് സർലിംഗിൽ ലഭ്യമാണെങ്കിൽ. അജിംഷാദ്, ഇപ്പോൾ 11 സംസ്ഥാനങ്ങളുടെ കണക്കുകളാണ് ഔദ്യോഗികമായി പുറത്തു വരുന്നത്. ഈ കണക്കുകൾ പ്രകാരമാണ് ഗുജറാത്തിലും ജാർഖണ്ഡിലും ഗോവയിലും ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ, അതായത് മീരാകുമാറിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായ കുറവ് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് അത്തരത്തിൽ ഒരു കുറവുണ്ടായതെന്ന് വ്യക്തമല്ല. പക്ഷെ എന്തായാലും ആ വോട്ടുകൾ പ്രതീക്ഷിച്ച ആ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ടുകൾ മീരാകുമാറിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസ് MLA-മാരുടെ എണ്ണത്തിന് ആനുപാതികമായ ഒരു വോട്ട് അവിടെ വീഴേണ്ടതാണ് മീരാകുമാറിന്, എന്നാൽ അത് ഇല്ല. പകരം രാംനാഥ് കോവിന്ദിന് ആ ഭാഗങ്ങളിലോട്ട് ഉയർന്നിട്ടുമുണ്ട്. ഇത് കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ആണ് മീരാകുമാറിനെ ഉയർത്തി കാണിച്ചത്. കോൺഗ്രസ് നേതാവ് കൂടിയാണ് മീരാകുമാർ. മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യം കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുക കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ചോർച്ച പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അന്വേഷണം നടത്തും എന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടോ? അങ്ങനെയാണോ സർലിംഗ്? ഔദ്യോഗികമായ പ്രഖ്യാപനം അതിനുശേഷം ചൊവ്വാഴ്ച 25-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ സത്യപ്രതിജ്ഞ, അങ്ങനെയാണോ നടപടിക്രമങ്ങളിലേക്ക്? അജിംഷാദ്, നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രപതി വോട്ടെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് അനൂപ് മിശ്ര എന്ന ഉദ്യോഗസ്ഥനാണ്. അനൂപ് മിശ്ര രാവിലെ മുതൽ ഓരോ
വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോഴും ഇതിനെക്കുറിച്ച് പുറത്ത് മാധ്യമങ്ങളെ ഇതിന്റെ കണക്കുകൾ അറിയിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനത്തെ കണക്കുകൾ അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് സാങ്കേതികമായി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോവുക എന്നതാണ്. അത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. 25-ാം തീയതി, അതായത് 25-ാം തീയതിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കാലാവധി കഴിയുന്നത്. അന്നേ ദിവസം രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി 14ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് JS Khehar സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്ങനെ സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകി.